നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രയേറെ വില എങ്ങനെ കേരളത്തിൽ ഇടിഞ്ഞു താഴ്ന്നു എന്നതിന്റെ ഒരൊറ്റ ഉത്തരം പിണറായി വിജയൻ എന്നായി. ധാർഷ്ട്യത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ അധികാരത്തിൽ വന്നതു മുതൽ പിണറായി കാണിച്ചു കൂട്ടുന്ന ധാർഷ്ട്യവും അഹങ്കാരവും മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കിടയിലും ഒരു തരത്തിൽ ഇടതു പാർട്ടിക്കുള്ളിൽ ഉള്ളവരെ തന്നെയും ശക്തമായ അവമതിപ്പ് പിണറായിയുടെ പേരിൽ ഉണ്ടാക്കിയെന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. കടക്കുപുറത്ത് എന്ന മുഖ്യൻ ആക്രോശിച്ച നിമിഷം മുതൽ പിണറായിയെ പടിക്കുപുറത്ത് നിർത്താൻ പൊതുജനം പോലും മുറവിളി ഉയർത്തുടങ്ങി. അതിനു പിന്നാലെ പിന്നീട് പല ഘട്ടങ്ങളിലും സാധാരണക്കാരോട് മുഖം തിരിച്ച നടപടികൾ, തള്ളിപ്പറഞ്ഞ കണ്ടില്ലെന്നു നടിച്ച നിലവിളികൾ, മുഖ്യന്റെ ചട്ടക്കൂടിൽ നിന്ന് ഇറങ്ങി കേവലം ഒരു പാർട്ടി നേതാവിന്റെ മാത്രം നിലയിലേക്ക് ചുരുങ്ങിയ ചിന്താഗതിയും നിലപാടുകളും ഒക്കെ പിണറായിയോടുള്ള വെറുപ്പിലേക്കാണ് പൊതുജനത്തിനെ കൊണ്ടുചെന്നെത്തിച്ചതെന്ന് വേണം പറയാൻ. അതിനു പിന്നാലെ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന ശബരിമല കൊള്ളയിൽ പിണറായി പാലിക്കുന്ന മൗനം, അത് പാർട്ടിയെ കൊണ്ടുചെന്നെത്തിച്ചത് നാണക്കേടിന്റെ വലിയ കറയിലേക്കാണ്. അതോടെ പിണറായി മുഴുവൻ പാർട്ടിക്കാരും തള്ളിപ്പറയുന്ന നിലയിലേക്ക് എത്തിത്തുടങ്ങി. ഇനി പിണറായി മുഖ്യന്റെ കസേരയ്ക്ക് പോലും യോഗ്യനല്ല എന്നുള്ള ശക്തമായ അഭിപ്രായമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ ചിത്രം നോക്കിയാൽ ഒരു കാര്യത്തിൽ സംശയമില്ല, പിണറായി വിജയൻ നയിക്കുന്ന ഇടതു മുന്നണി ഗുരുതരമായ ധാർമ്മികവും ഭരണപരവുമായ തകർച്ചയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെ മതം സത്യങ്ങളെ മൂടിവെക്കുമ്പോൾ നീതിയും ഉത്തരവാദിത്വവും ഭരണത്തിന്റെ അറ്റത്തേക്ക് തള്ളപ്പെടുകയാണ്. ഒരു വശത്ത് MLA ആയിട്ടും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ച് പാർട്ടിക്കുള്ളിലെ ശാസനയും രാഷ്ട്രീയ ധാർമ്മികതയും ഉയർത്തിക്കാട്ടുന്നു. അതേസമയത്ത് മറുവശത്ത് CPM പത്മകുമാറിനെ രക്ഷിക്കാനായി ന്യായീകരണങ്ങളുടെ മതിൽ കെട്ടി സത്യങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കും. ഇതാണ് പിണറായി ഭരണത്തിന്റെ യഥാർത്ഥ മുഖം. അധികാരം സംരക്ഷിക്കാൻ ഏത് നാണക്കേടിലും മുങ്ങിക്കുളിക്കാൻ മടിയില്ലാത്ത രാഷ്ട്രീയ കപടത. സ്വർണ്ണക്കടത്ത് പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ സർക്കാരിന്റെ വിശ്വാസ്യത തകർത്തുവെന്ന് CPI തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇന്നും എല്ലാം കള്ളപ്രചരണം എന്ന പഴയ പാട്ട് തന്നെ പാടുകയാണ്. ഭരണവിരുദ്ധ വികാരം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നേരിടാനുള്ള ആത്മവിശ്വാസമോ ധൈര്യമോ പിണറായി സർക്കാരിനില്ല. അതിനാൽ തന്നെ വിമർശകരെ അടിച്ചമർത്തുകയും പാർട്ടി ബന്ധമുള്ളവർക്ക് സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്യുന്ന അധികാര രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളം കാണുന്നത്. ഇടതു മുന്നണിക്കുള്ളിലെ പിളർപ്പുകൾ മറയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും പരാജയപ്പെടുന്ന അവസ്ഥയിലാണ്. CPM CPI തർക്കങ്ങൾ, നേതാക്കൾ തമ്മിലുള്ള തുറന്ന ആരോപണങ്ങൾ, പരസ്പര കുറ്റപ്പെടുത്തലുകൾ ഇവയെല്ലാം ചേർന്ന് ഒരു കാര്യം വ്യക്തമാക്കും: പിണറായി വിജയന്റെ ക്യാപ്റ്റൻ ഇമേജ് തകർന്നിരിക്കുന്നു. ഭരണകൂടത്തിന്റെ ധാർമ്മികത നഷ്ടപ്പെട്ടപ്പോൾ ഇടതു മുന്നണി ഒരു ദിശയില്ലാത്ത കപ്പലായി മാറുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ വിലയിരുത്തലുകൾ തള്ളി ഘടകകക്ഷിയായ CPI രംഗത്തെത്തി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വസ്തുതകൾ CPM മറച്ചുവെക്കുകയാണെന്ന് CPI എക്സിക്യൂട്ടീവ് വിമർശിച്ചു. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണ കൊള്ളയുമാണ് തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളായതെന്നും CPI ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് അമിത ആത്മവിശ്വാസം, സംഘടനാ ദൗർബല്യം, പ്രാദേശിക തലത്തിലെ പ്രവർത്തന വീഴ്ച എന്നിവയാണ് കാരണമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ശബരിമല വിഷയത്തിൽ UDFും BJPയും കള്ളപ്രചാരവേല നടത്തിയെങ്കിലും അവർ ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ല എന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഭരണവിരുദ്ധ വികാരവും സ്വർണ്ണക്കൊള്ളയും തിരിച്ചടിക്ക് കാരണമായോ എന്ന് വിശദമായി പരിശോധിച്ച ശേഷമേ നിഗമനത്തിലെത്താൻ കഴിയൂ എന്ന് CPM സംസ്ഥാന സമിതി യോഗത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. UDFിന്റെ വർഗീയ കൂട്ടുകെട്ട് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച് ഘടകകക്ഷികൾക്കിടയിൽ തന്നെ വ്യത്യസ്ത നിലപാടുകൾ ഉയരുന്നത് മുന്നണിക്കുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇന്നത്തെ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പിണറായി വിജയന്റെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള സൂചനകളാണ് കാണിക്കുന്നത്. സത്യം പുറത്തു വരാതിരിക്കാൻ മറകൾ സൃഷ്ടിക്കുന്നതും കുറ്റാരോപിതരെ സംരക്ഷിക്കുന്നതും ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതുമാണ് ഈ സർക്കാരിന്റെ സ്ഥിരം ശൈലി. എന്നാൽ ചരിത്രം പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: സത്യം എത്ര കാലം മറച്ചു വെച്ചാലും അത് പുറത്തു വരാതിരിക്കില്ല. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചതിലൂടെ രാഷ്ട്രീയത്തിൽ ഉത്തരവാദിത്വം എന്താണെന്ന് ഒരു സന്ദേശം നൽകിയപ്പോൾ CPM പത്മകുമാറിനെ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അല്ലെങ്കിൽ നടത്തുന്ന ശ്രമങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. CPI പോലും സ്വർണ്ണക്കടത്തും ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയായെന്ന് സമ്മതിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മാത്രം യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇടതു മുന്നണിയിലെ ആഭ്യന്തര കലഹങ്ങൾ ഇനി മറയ്ക്കാനാകാത്ത വിധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അധികാരം കൈവിടുമെന്ന ഭയം മുന്നണിയെ ഉള്ളിൽ നിന്ന് തന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ മറുപടി നൽകാൻ പിണറായി വിജയന് കഴിയുന്നില്ല.
അതിനാൽ വിമർശനം അടിച്ചമർത്തലായി മാറും. പക്ഷേ കേരളം ഒരു രാജഭരണം നിലനിൽക്കുന്ന സംസ്ഥാനമല്ല. ഇവിടെ ജനാധിപത്യം ഇപ്പോഴും ജീവനോടെയുണ്ട്. അധികാരമൊന്നും സ്ഥിരമല്ല, പക്ഷേ ജനവിധി അത് അനിവാര്യമാണ്. ധാർമ്മികത നഷ്ടപ്പെട്ട, സത്യഭീതിയിൽ കഴിയുന്ന, ആഭ്യന്തര കലഹങ്ങളിൽ കുടുങ്ങിയ ഒരു ഭരണകൂടത്തിന് അധികകാലം നിലനിൽക്കാനാവില്ല. പിണറായി വിജയന്റെ ഭരണത്തിനെതിരായ ഈ ജനകീയ അസന്തോഷം ഇനി ഒരു മുന്നറിയിപ്പല്ല, അതൊരു തീർപ്പാണ്. കേരളം മാറ്റം ആവശ്യപ്പെടുകയാണ്. ചരിത്രം അതിനായി തയ്യാറെടുക്കുകയാണ്.